ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ബൗള് കടലമാവ് ഇട്ടിട്ടുണ്ട്. 5 മുട്ടയ്ക്കുള്ള മാവാണ് റെഡിയാക്കുന്നത്. 2 സ്പൂണ് അരിപ്പൊടി അതിലേക്ക് ഇട്ടു. ഇനി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, അത് നല്ല നിറം കിട്ടുന്നതിനാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി കിട്ടുന്നത്. 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1 സ്പൂൺ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സോഡാപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ബജി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി കായം ഞാൻ വെള്ളത്തിലിട്ട് ചൂടാക്കി അലിപ്പിച്ച് വെച്ചതാണ്. അത് ഞാൻ ഒരു 1.5 സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് മാവ് കട്ട കെട്ടാതെ പാകത്തിന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഈ മാവ് തയ്യാറാക്കാൻ. വെള്ളം കൂടി പോയാൽ നമ്മുടെ ബജി മുട്ടയിൽ നമ്മുടെ ഈ മാവ് പിടിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. ഒത്തിരി ലൂസാവുകയും ചെയ്യരുത്, എന്നാൽ കട്ടയായിട്ടും ഇരിക്കരുത്. ഇതാ നമ്മുടെ മാവ് പാകത്തിന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 5 മുട്ടയാണ് ഞാൻ പുഴുങ്ങി വെച്ചിരുന്നത്, മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മുട്ടയ്ക്ക് നല്ല സ്വാദ് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. നല്ല തട്ടുകട കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കുരുമുളകും എല്ലാം വിതറിക്കഴിഞ്ഞ് നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ബജി തയ്യാറാക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോ മുട്ടയുടെ ഓരോ പീസും എടുത്ത് നമുക്ക് മാവിൽ മുക്കി എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയായ നല്ല തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.